back to my channel My Creations Preetha. ഇന്ന് നമുക്ക് ഒരു വയസ്സുള്ള കുട്ടിക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതുപോലെ റെക്റ്റാങ്കിളിൽ അതായത് രണ്ട് ഫോൾഡായിട്ട് ഒരു തുണി ഇങ്ങനെ മടക്കി അതിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് 12 ഇഞ്ച് ഇഞ്ചും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇതിൻ്റെ ബ്രെഡ്ത്ത് 12 ഇഞ്ചും ലെങ്ത്ത് 5 ഇഞ്ചുമായിട്ട് രണ്ട് പീസ് തുണി എടുത്തു. 2 ഫോൾഡാണ്. ലെങ്ത്ത് 5 ഇഞ്ച്, അതിൻ്റെ ബ്രെഡ്ത്ത് 12 ഇഞ്ച്. ഇതേപോലെ രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിൻ്റെ സ്കേർട്ട് പാർട്ടിന് വേണ്ടി രണ്ട് പീസ് തുണി കട്ട് ചെയ്യാം. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് 15 ഇഞ്ച് ഈ ലെങ്ത്ത് 15 ഇഞ്ചും ഇതിൻ്റെ ബ്രെഡ്ത്ത് 26 ഇഞ്ചിലും ഞാൻ കട്ട് ചെയ്ത് രണ്ട് പീസ് എടുത്തു. രണ്ട് റെക്റ്റാങ്കിൾ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. 26ഉം 15 ഇഞ്ച് ലെങ്ത്തും. ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഫുൾ ഇവിടെ ഞൊറി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ അത് കാണിച്ച് ആ നൂല് പതുക്കെ വലിച്ചാൽ ചെറിയ ചെറിയ ഞൊറിവ് ഇങ്ങനെ വന്നോളും. അപ്പോൾ ഇത് ഫുള്ള് ഞൊറിവിട്ടിട്ട് അതായത് ഇതിൻ്റെ ഒപ്പം ആക്കണം. ഇത് ഫുള്ള് ഇങ്ങനെ ഞൊറിവ് വന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഈ ഒരു നൂലെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഞൊറിവ് വന്നോളും. ഇതേപോലെ മറ്റേ പീസിലും ഞൊറി വിട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഓപ്പൺ ചെയ്ത സൈഡ് നല്ല വശവും വെച്ചിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ്. ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഇതേപോലെ മറ്റേ സൈഡും ചെയ്തെടുക്കുക. സൈഡും ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഈ ലൈസ് വെച്ച് കൊടുക്കുകയാണ്, ഫ്രണ്ട് പാർട്ട് മാത്രം. ലേസ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഈ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്യുക, അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കാം. സൈഡ് ജോയിൻ ചെയ്ത് അടിഭാഗം മടക്കി അടിച്ചു. അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും 2.5 ഇഞ്ച് ഇങ്ങോട്ടും 2.5 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അവിടെ വള്ളി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 2 ഇഞ്ചിലും 2 ഇഞ്ച് വീതിയും 9 ഇഞ്ച് ലെങ്ത്തിലും 2 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 9 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയിലും 2 സ്ട്രിപ്പ് തയ്ച്ചെടുക്കാൻ പോവാണ്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിങ്ങനെ മടക്കി ഈ സൈഡ് മടക്കുക. അതിനുശേഷം നടുവിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് 2 വള്ളിയും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിൽ നിന്നും 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഈ വള്ളി വെച്ച് കൊടുക്കുക. അതുപോലെ ഇവിടെയും വെച്ച് കൊടുക്കാം. അതുപോലെ 2 സൈഡിൽ വെച്ച് കൊടുക്കാം. വള്ളി വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാവുന്ന ഒരു ഫ്രോക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.